കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നമ്മൾ വളരെ നൂതനമായ രീതിയിൽ 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നടപ്പാക്കുകയാണ്. ഈ 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ 2 മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ആദ്യമായി നമ്മൾ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് നടത്തുന്നു. അതുകൂടാതെ നമ്മളുടെ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് ഉണ്ട് നീലേശ്വരത്ത്. അവിടെ കോമേഴ്സ് ബേസ്ഡ് 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നമ്മൾ നടത്തി വരുന്നു 1 വർഷമായിട്ട്. ഈ കോഴ്സുകളുടെ കൂടാതെ നമ്മൾ ഈ വർഷം മറ്റ് 4 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും കൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് റെഗുലേഷനും അതിൻ്റെ സ്കീമും എല്ലാം തയ്യാറാക്കി അത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങളോടുകൂടി കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്കറിയാം, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകളുടെ കാര്യത്തിൽ സമൂലമായ മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ സർവകലാശാലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ അഫിലിയേറ്റഡ് കോളേജുകളിൽ തുടങ്ങുന്നതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ പഠന വകുപ്പുകളിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് തുടങ്ങുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് 3 വർഷം കഴിയുമ്പോൾ ഡിഗ്രിയോടുകൂടി പുറത്തു പോകാം. അല്ലെങ്കിൽ അവർക്ക് 4 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒന്നെങ്കിൽ 4 വർഷ ഓണേഴ്സ് ബിരുദം വിത്ത് റിസർച്ച് അല്ലെങ്കിൽ 4 വർഷ ഓണേഴ്സ് ബിരുദത്തോടുകൂടി പുറത്താക്കാം. ഇതിനുശേഷവും തുടരുന്ന വിദ്യാർത്ഥികൾക്ക് 5 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് 5 വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് PG പ്രോഗ്രാമോടുകൂടി വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനായിട്ടുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാല ഒരു മൾട്ടി ക്യാമ്പസ് സർവകലാശാലയാണ്. സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകൾ വിവിധ ക്യാമ്പസുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം പ്രധാനമായിട്ടും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ നമ്മൾ തുടങ്ങുന്നത് സർവകലാശാലയുടെ കീഴിലുള്ള തലശ്ശേരിയിലെ പാലയാട് ക്യാമ്പസ്, മങ്ങാട്ടുപറമ്പ് ക്യാമ്പസ്, പയ്യന്നൂർ ഉള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അതുപോലെ തന്നെ നീലേശ്വരം ക്യാമ്പസ് എന്നിവിടങ്ങളിലാണ്. നിലവിൽ PG പ്രോഗ്രാമുകൾ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ണൂർ സർവകലാശാലയിലെ ക്യാമ്പസുകളിലേക്ക് ഇനി +2 വരെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം നേടി ഡിഗ്രി കഴിഞ്ഞ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് PGയും നേടിക്കൊണ്ട് പുറത്തു പോകാനായിട്ടുള്ള ഒരു പുതിയ അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും +2 വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ക്യാമ്പസുകളിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ഇതുവഴി വിദ്യാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത്. ഇത് സർവകലാശാല പഠന വകുപ്പുകളിലുള്ള അതിനൂതനമായിട്ടുള്ള കമ്പ്യൂട്ടർ ലാബുകളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിനും അങ്ങനെ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇതിൽ സൃഷ്ടിക്കുന്നത്. ഇത് കണ്ണൂർ സർവകലാശാല മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവരുടെ ഗവേഷണ ആപ്റ്റിറ്റ്യൂഡുകൾ വളർത്തുന്നതിനും ഒപ്പം ഈ മേഖലയിൽ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് സർവകലാശാല നടത്തിയിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസ് നീലേശ്വരത്ത് നടന്നു വരുന്ന 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MCOM കോഴ്സ്. അതിൻ്റെ 3ാമത്തെ ബാച്ചിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. 5 വർഷം ഉള്ള ഈ കോഴ്സിൽ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ BCom ഡിഗ്രി നേടിയിട്ട് കോഴ്സ് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. 4ാമത്തെ വർഷം എക്സിറ്റ് ചെയ്യുന്നവർക്ക് BCom വിത്ത് ഹോണേഴ്സ് ആൻഡ് റിസർച്ച് എന്നൊരു ടൈറ്റിലോട് കൂടിയിട്ടാണ് കോഴ്സ് എക്സിറ്റ് ചെയ്യാം. 5ാമത്തെ വർഷം കോഴ്സ് എക്സിറ്റ് ചെയ്യുന്നവർക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MCOM എന്ന സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്ന 5 വർഷത്തെ കോഴ്സാണിത്. ഈ കോഴ്സ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബിസിനസ് അനലിറ്റിക്സിലാണ്. ഡാറ്റ മോഡലിംഗ്, ബിസിനസ് അനലിറ്റിക്സ്, ബിസിനസ് ഫോർകാസ്റ്റിംഗ്, ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്നിങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരുപാട് കുട്ടികൾക്ക് അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. കോഴ്സിൽ IT ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നിട്ട് ഉള്ള ഡാറ്റ മോഡലിംഗ്, ബിസിനസ് ഫോർകാസ്റ്റിംഗ്, ഡാറ്റ പ്രസൻറ്റേഷൻ, ബിസിനസ് പ്രസൻറ്റേഷൻ പോലെയുള്ള ആധുനിക ബിസിനസ്സിന് ആവശ്യമായ പല കാര്യങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇൻ്റർനാഷണൽ ഫിനാൻസിങ്, സെയിൽസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഈ മേഖലകളിലൊക്കെ കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് ജോലി സാധ്യതകൾ നല്ല എല്ലാ മേഖലകളിലും, ബാങ്കിങ് മേഖലകളിലായാലും സെയിൽസ് മേഖലകളിലായാലും മാർക്കറ്റിംഗ് മേഖലകളിലും ഫിനാൻസ് മേഖലകളിലൊക്കെ കൂടുതൽ ജോലി സാധ്യതകൾ ലഭിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഈ ഒരു കോഴ്സ്. കുട്ടികളുടെ ഭാവിയിലേക്ക് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കോഴ്സാണ് ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് മോഡലുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഓൺലൈൻ ഓഫ്ലൈൻ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതുപോലെ മൾട്ടി ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മറ്റുള്ള ക്യാമ്പസുകളിൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും അവരുടെ അവിടുത്തെ സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താനും അവരുടെ നോളജ് കുറച്ചും കൂടി നന്നായിട്ട് വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. പുതിയതായി തുടങ്ങുന്ന 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിൽ 5 പ്രോഗ്രാമിലെ 1 ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസിൻ്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ സവിശേഷതകൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാമിലേക്ക് എലിജിബിളാണ്. ഈ എലിജിബിലിറ്റി നേടുന്ന വിദ്യാർത്ഥികൾക്ക് 3 വർഷം ഡിഗ്രി കഴിയുമ്പോൾ എക്സിറ്റ് ഉണ്ട്. നേരം ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മേജറോ അതേപോലെ അനുബന്ധമായിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസും അതേപോലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മൈനർ എടുക്കാനുള്ള അർഹതയുണ്ട്. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മേജർ മൈനർ എന്നുള്ള കോമ്പിനേഷനിൽ 3 വർഷത്തിൽ എക്സിറ്റ് ചെയ്യാം. തുടർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4-ാം വർഷം 2 പാത്വേസ് ആണ് ഉള്ളത്. ഒന്ന് ഓണേഴ്സ് ഡിഗ്രിയോടുകൂടി അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും, ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്കും അവർക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 3-ാമത്തെ വർഷം മേജറിൽ 75% CGPA ഉള്ള വിദ്യാർത്ഥികളാണ് ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് എലിജിബിൾ ആകുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 12 ക്രെഡിറ്റിൻ്റെ ഡിസർട്ടേഷൻ ചെയ്തുകൊണ്ട് ഓണേഴ്സ് വിത്ത് റിസർച്ചിലൂടെ അവർക്ക് എക്സിറ്റ് ചെയ്യാം. ആ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് PhDക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. എക്സിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് 5-ാം വർഷം തുടർന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് എലിജിബിളാണ്. അങ്ങനെ 5 വർഷത്തെ പ്രോഗ്രാം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് സയൻസ് എന്ന ഡിഗ്രിയാണ് ലഭിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ സവിശേഷതകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും പിന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കുട്ടിക്ക് ലഭിക്കുന്ന രീതിയിലാണ് കോഴ്സുകളെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ്, അതിൽ തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്പോർട്സ് അനാലിറ്റിക്സ്, കൗൺസിലിംഗ് ഇൻ സ്പോർട്സ് സൈക്കോളജി, പെർഫോമൻസ് അനാലിസിസ് എന്നുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ ഈ വിദ്യാർത്ഥികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന് പുറമെ സ്പോർട്സ് സയൻസിൻ്റെ മേഖലയിലേക്കും വലിയ ഒരു സാധ്യത നൽകുന്ന കോഴ്സുകളാണ്. അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പും കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റും ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ചിലേക്കും പോകാനുള്ള സാധ്യത ഈ പ്രോഗ്രാമിലുണ്ട്. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചിട്ട് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ സൈക്കോളജിയിലോ മേജർ ആയിക്കൊണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ മൈനർ എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്യാനും പ്രോഗ്രാം പാത്വേ സെലക്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസാണ് ഈ 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാമിൽ ഓഫർ ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കണ്ണൂർ സർവകലാശാലയിൽ ഈ ഒരു 5 ഇയർ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് സയൻസ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. കണ്ണൂർ സർവകലാശാല 2024 അധ്യയന വർഷത്തിൽ പയ്യന്നൂർ ക്യാമ്പസിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ ഫിസിക്കൽ സയൻസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം ആദ്യമായി അറിയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. അപ്പോൾ ഈ കോഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോഴ്സിൻ്റെ ബ്രോഡ് ഡിസിപ്ലിനിൽ രണ്ട് കോഴ്സായിട്ട് വരും. അതായത് ഒന്ന് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ഫിസിക്സ് ആൻഡ് മറ്റേത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ കെമിസ്ട്രി. അപ്പോൾ 5 നമ്മുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് 25 ഇൻടേക്കാണ്. അപ്പോൾ 25 കുട്ടികളും ആദ്യത്തെ രണ്ട് കൊല്ലം, അതായത് 4 സെമസ്റ്ററിൽ ഒരുമിച്ചാണ് ഇരിക്കാറ്. എന്നിട്ട് അതിനുശേഷം അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ ഭാഗമായി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും. ഫൗണ്ടേഷൻ കോഴ്സ് എന്നത് 33 ക്രെഡിറ്റ്സിൻ്റെ കോഴ്സാണ്. അത് കോമൺ ആയിട്ട് പഠിക്കേണ്ട കോഴ്സാണ്. കോമൺ ആയിട്ട് പഠിക്കേണ്ട കോഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് MDC കോഴ്സ് ഉണ്ടാവാം, AEC എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, ഇതൊക്കെ കോമൺ മസ്റ്റ് സ്റ്റഡി കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ്. അതിന് 33 ക്രെഡിറ്റുള്ള കോഴ്സാണ് അത് പഠിക്കേണ്ടത് കുട്ടികൾ. ദാറ്റ് ഇസ് കോമൺ ടു ഈ 2 ഡിസിപ്ലിനിലെ കുട്ടികൾക്കും, ഫിസിക്സ് ഡിസിപ്ലിനിലെ കുട്ടികൾക്കും കെമിസ്ട്രി ഡിസിപ്ലിനിലെ കുട്ടികൾക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ AEC എന്ന് പറഞ്ഞാൽ അത് ആദ്യം AECൻ്റെ ഭാഗമായി പറയുന്നത് അതിൻ്റെ
ഈ ലാംഗ്വേജ് കോഴ്സാണ് വരുന്നത്. ലാംഗ്വേജ് കോഴ്സ് അത് മലയാളം ആവാം, ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, എന്തോ ആവാം. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി. പിന്നെ AEC, MDC ഒക്കെ കോഴ്സുകൾ അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ജോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ ഫിസിക്സ് പഠിക്കുന്ന കുട്ടിയും കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിയും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി AEC വാലിയറുടെ കോഴ്സ് പഠിക്കാം, MDC കോഴ്സ് പഠിക്കാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ 2 കൊല്ലം കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളെ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് കോഴ്സ് എടുക്കണം കുട്ടികൾക്കാണ് അതിനെ തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് അതിനകത്ത് ഫിസിക്സ് എടുക്കുന്ന കുട്ടിക്ക് മൈനർ, അതായത് മൈനറായിട്ട് എന്ത് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, ഓർ ജോഗ്രഫി പഠിക്കാം. നമ്മളിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈനർ സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ കെമിസ്ട്രിയുടെ പോർഷൻസൊക്കെ നല്ല പോർഷൻസൊക്കെ അവർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കവർ ചെയ്യും. അതുപോലെ കെമിസ്ട്രിയിൽ പോകുന്ന കുട്ടികൾക്ക് കെമിസ്ട്രി മേജർ ഇൻ കെമിസ്ട്രി പഠിക്കാം. പിന്നെ അവർക്ക് അതുകൂടാതെ പിന്നെ ഫിസിക്സ് മൈനർ, അതായത് ഒരു 28 ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഫിസിക്സിൽ മൈനർ കിട്ടും. അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ നമ്മുടെ പൈനൂർ ക്യാമ്പസിൽ നമ്മൾ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി കൂടി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവിടെ AEC, MDC കോഴ്സൊക്കെ നമ്മളെ മ്യൂസിക്, അതായത് ഈ ഫിസിക്സ് പഠിച്ച് വരുന്ന കുട്ടികൾക്ക് മ്യൂസിക് അഭിരുചിയുള്ള കുട്ടികൾക്ക് മ്യൂസിക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ ജോഗ്രഫി, എൻവയോൺമെൻറ്റ് ജോഗ്രഫി, ജിയോ ഇൻഫോർമാറ്റിക്സ് ഒക്കെ കോഴ്സൊക്കെ അവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പൈനൂർ ക്യാമ്പസിന് വെൽ സഫീഷ്യൻ്റ് ആണ്. പിന്നെ 2 കൊല്ലം, 2ാമത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. ഫിസിക്സിൽ പോകേണ്ട കുട്ടികൾ ഇപ്പോൾ ഒരു 50% കുട്ടികൾ ഫിസിക്സ് സ്ട്രീമിലേക്ക് മാറും, 50% കുട്ടികൾ കെമിസ്ട്രി സ്ട്രീമിലേക്ക് മാറാം. ഒരു വേരിയേഷൻ, ഒരു 10% വേരിയേഷൻ വരെ വരാം. അപ്പോൾ അതിനുശേഷം നമ്മളെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ ഒരു കോഴ്സ്, അതായത് BSc ഇൻ ഫിസിക്സ് 3 കൊല്ലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുറത്ത് പോകാം, എക്സിറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിയുള്ള കെമിസ്ട്രിയിലെ കുട്ടികൾക്ക് 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ BSc ഇൻ കെമിസ്ട്രി ഡിഗ്രി യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്യും. അതുകൂടാതെ കുട്ടികൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞുള്ളത് BSc കെമിസ്ട്രി മേജർ ഇൻ കെമിസ്ട്രി വിത്ത് മൈനർ ഇൻ ഫിസിക്സ് പോലെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അതേപോലെ പിന്നെ ഫിസിക്സിലെ കുട്ടികൾക്ക് മേജർ ഇൻ ഫിസിക്സും മൈനർ ഇൻ കെമിസ്ട്രി ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് കുട്ടികൾക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും അക്കാഡമിക് ഫീൽഡിലൊക്കെ സ്ട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ഫിസിക്സ് കണ്ടൻ്റ് ആയാലും കെമിസ്ട്രി കണ്ടൻ്റ് ആയാലും. 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 4ാമത്തെ കൊല്ലം കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ പിന്നെ 4ാമത്തെ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് BSc ഇൻ ഫിസിക്സ് ഓണേഴ്സ്, BSc ഫിസിക്സ് ഓണേഴ്സ് കൊടുക്കും, ഓണേഴ്സ് ഡിഗ്രി കൊടുക്കും. അതുപോലെ കെമിസ്ട്രിയിലെ കുട്ടികൾക്ക് BSc ഇൻ കെമിസ്ട്രി ഓണേഴ്സ് ഡിഗ്രി കൊടുക്കും. അതുകൂടാതെ കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ BSc ഫിസിക്സ് ഓണേഴ്സ് വിത്ത് മൈനർ ഇൻ കെമിസ്ട്രി, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ കുട്ടികൾക്ക് അവിടെയുണ്ട്. അതുപോലെ BSc ഇൻ കെമിസ്ട്രി ഓണേഴ്സ് വിത്ത് മൈനർ ഇൻ ഫിസിക്സ് ഒരു ഓപ്ഷൻ കൂടി കുട്ടികൾക്ക് അവിടെ 4th ഇയർ കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് 4ാമത്തെ 6ാമത്തെ, അതായത് 8ാമത്തെ വർഷം അല്ല 8ാമത്തെ സെമസ്റ്ററിൽ കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോജക്റ്റിന് വിടാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് നമ്മുടെ കോഴ്സ് ഒരു 3 കോഴ്സിന് പകരം ഒരു 12 ക്രെഡിറ്റിൻ്റെ ഒരു റിസർച്ച് പ്രോഗ്രാം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ അവിടെ കാണുമ്പോൾ അവിടുത്തെ ഫാക്കൽറ്റികളൊക്കെ PhD ഡിഗ്രി ഉള്ള ആൾക്കാരാണ്. അതുപോലെ അവിടെയുള്ള എല്ലാവരും വെൽ നോൺ ഫാക്കൽറ്റീസാണ്. അവിടെ ഗൈഡ്ഷിപ്പുള്ള ഫാക്കൽറ്റീസാണ്. അപ്പോൾ അവിടെ തന്നെ അവർ കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. കൂടാതെ കുട്ടികൾക്ക് പുറത്തു പോയി റിസർച്ച് ചെയ്യാനും പറ്റും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കൊടുക്കും. BSc ഓണേഴ്സ് ഇൻ ഫിസിക്സ് വിത്ത് റിസർച്ച് കൊടുക്കും. അതുപോലെ കെമിസ്ട്രിയിലെ കുട്ടികൾക്ക് BSc ഓണേഴ്സ് ഇൻ കെമിസ്ട്രി വിത്ത് റിസർച്ച് ഡിഗ്രി കൊടുക്കും. കുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, UGCൻ്റെ ഓർഡർ പ്രകാരം ഡയറക്റ്റായിട്ട് കുട്ടികൾക്ക് റിസർച്ചിലേക്ക് പോകാം, റിസർച്ച് തിരിയാം. അത് 4 കൊല്ലം കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് റിസർച്ച് സ്ട്രീമിലേക്ക് തിരിയാം. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ എക്യുപ്മെൻറ്റും നമ്മൾ പൈനൂർ ക്യാമ്പസ് ഒതുക്കിയിട്ടുണ്ട്. നമ്മളെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റ് ലൈക്ക് XRD, രാമൻ സ്പെക്ട്രോസ്കോപ്പി, UV സ്പെക്ട്രോസ്കോപ്പി, സ്പ്രേ അനാലിസിസ്, ലോട്ട് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് അവിടെയൊക്കെ ഓൾറെഡി ഉണ്ട്. വിത്ത് വെൽ എക്യുപ്ഡ് കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട് അവിടെ.
ഇതൊക്കെ കുട്ടികൾക്ക് ഏത് സമയത്തും ഫ്രം മോർണിംഗ് ടു ഈവനിങ് ഉപയോഗിക്കാവുന്നതാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവിടെ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. പിന്നെ അവിടെ ത്രൂ ഔട്ട് നമ്മൾ വൈഫൈ ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എല്ലാ ഫെസിലിറ്റി അവിടെ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും പിന്നെ കണ്ടീസീവ്സ് ഫോർ ഒരു സ്റ്റഡിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ പൈനറി ക്യാമ്പസിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ 4 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കുട്ടികൾക്ക് എന്ത് ചെയ്യാം, 5ാമത്തെ കൊല്ലം കൂടി സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യാം, ഐദർ ഫിസിക്സ് ഫോർ കെമിസ്ട്രി. അപ്പോൾ അതിനുശേഷം കുട്ടികൾക്ക് എന്ത് കൊടുക്കും, 5 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ കെമിസ്ട്രി ഫിസിക്സ് കൊടുക്കും. അതേപോലെ എന്തോ ചെയ്യും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ കെമിസ്ട്രി ഡിഗ്രിയും ഒക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കും. അപ്പോൾ അതൊരു കുട്ടി +2 കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് തീരുമാനിക്കാം 3 കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണോ, 4 കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണോ, 5 കൊല്ലം കഴിഞ്ഞ് പുറത്ത് പോകണം. അങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് സിലബസൊക്കെ വെൽ സ്ട്രക്ചേർഡ് ആണ്. അത് എല്ലാ കോണ്ടംപററി ഫീൽഡിലെ എല്ലാ സബ്ജക്റ്റും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി ഫീസിലെ എല്ലാ സബ്ജക്റ്റും നമ്മളെ പ്രഗത്ഭരായ അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കോഴ്സ് ഓഫ് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് നമ്മൾ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം യൂണിവേഴ്സിറ്റി എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കോഴ്സ് കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് അക്കാഡമിക് ഫീൽഡിൽ ടീച്ചിങ് ഫീൽഡിൽ പോവാം. ISRO സ്പേസ് റിസർച്ച് വർക്കിൽ അവിടെയൊക്കെ സയൻറ്റിസ്റ്റ് പോസ്റ്റായിട്ട് കുട്ടികൾക്ക് കിട്ടാം. അതുകൂടാതെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലൊക്കെ കുട്ടികൾക്ക് കിട്ടാം. അതുപോലെ നമ്മളെ ഇൻഡസ്ട്രി ഫീൽഡിൽ കുട്ടികൾക്ക് കെമിക്കൽ ഫാർമസിയിലേക്ക് പോവാം, ബയോ കെമിസ്ട്രി ഫീൽഡിലേക്ക് പോവാം. ദെൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് കുട്ടികൾക്ക് ഡയറക്റ്റ് പോകാം. അങ്ങനെ നമ്മുടെ കോഴ്സൊക്കെ ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു കോഴ്സ് ബാക്കിയുള്ള കോഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആവുന്നത്. അതായത് പുതിയ കോഴ്സാണ് തുടങ്ങുന്നത്. അതിൻ്റെ എല്ലാ കോണ്ടംപററി ഫീൽഡിലുള്ള എല്ലാ ഫീൽഡും അതിനകത്ത് സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി പ്രഗത്ഭരായ ആൾക്കാരെയും വെച്ച് നല്ല സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്. അതുപോലെ നമ്മൾ എക്യുപ്ഡ് ലാബ് ഉണ്ട് അവിടെ. അതുപോലെ ട്രെയിൻഡ് ഫാക്കൽറ്റീസ് അവിടെയുണ്ട്. ഇതിലാണ് പ്രത്യേകത. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഡിഗ്രി കൊണ്ട് നല്ലൊരു എംപ്ലോയബിലിറ്റി ഉള്ള ഒരു ഡിഗ്രി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ഈ കോഴ്സിൻ്റെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ഫിസിക്കൽ സയൻസിനെ പറ്റി പറയാനുള്ളത്. കേരളത്തിൽ ആദ്യമായി ആന്ത്രോപോളജിയിൽ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആരംഭിക്കുന്നത് കണ്ണൂർ സർവകലാശാലയിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് പാലയാട് ക്യാമ്പസിലാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത്. ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന കോഴ്സ് 5 വർഷത്തെ കോഴ്സിന് +2 ഏത് സ്ട്രീമിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പക്ഷേ ആന്ത്രോപോളജിയിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 5% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട് അഡ്മിഷന്. 5 വർഷത്തെ കോഴ്സിനകത്ത് ആദ്യത്തെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് BA ആന്ത്രോപോളജി ഡിഗ്രിയുമായി വേണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 4 വർഷം കഴിഞ്ഞാൽ BA ഓണേഴ്സ് ഇൻ ആന്ത്രോപോളജിക്കൽ സയൻസസ് എന്ന് പറഞ്ഞ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ BA ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. 5ാമത്തെ വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ആന്ത്രോപോളജിക്കൽ സയൻസസ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി അവാർഡ് ചെയ്ത് കിട്ടും. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത 3ാമത്തെ വർഷം വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, 4ാമത്തെ വർഷം വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, 5ാമത്തെ വർഷം ഈ പ്രോഗ്രാം മുഴുവനായി പഠിച്ചു തീർന്നതിന് ശേഷം എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഈ 5 ഇയർ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് എത്നോഗ്രാഫിക് ഫീൽഡ് വർക്ക്, എത്നോഗ്രാഫി ഫിൽം മേക്കിംഗ് പ്രോജക്റ്റ്, ഇൻറ്റേൺഷിപ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോഴ്സുകളാണ് ഈ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ കൾച്ചറൽ ആന്ത്രോപോളജി, റിസർച്ച് മെത്തഡോളജി, ആന്ത്രോപോളജിക്കൽ തിയറീസ്, ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി, ബയോളജിക്കൽ ആന്ത്രോപോളജി, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ആന്ത്രോപോളജി, എൻവിയോൺമെൻറ്റൽ ആന്ത്രോപോളജി, ആന്ത്രോപോളജി ഓഫ് ജെൻഡർ, ഓഡിയോ വിഷ്വൽ ആന്ത്രോപോളജി, എക്കണോമിക് ആന്ത്രോപോളജി, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളാണ് ഈ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്നോഗ്രാഫി ഫിൽമിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങിൽ ഒരു പ്രോജക്റ്റ് തന്നെ കുട്ടികൾ ചെയ്യേണ്ടതുണ്ട് ഒരു സെമിസ്റ്ററിൽ.
ആ ഒരു എത്തനോഗ്രാഫി ഫിൽം മേക്കിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ആ കുട്ടികൾക്ക് സാധാരണ MA ഡിസിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് അത് അവർക്ക് ഫിലിം ചെയ്ത് അത് പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു എത്തനോഗ്രാഫി ഫിൽമിങ് എന്നുള്ള ഒരു പ്രോജക്റ്റ്. പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയിട്ടുള്ള വിഷയങ്ങളായിട്ടുള്ള ആന്ത്രോപോളജി ഓഫ് ജെൻഡർ, ആന്ത്രോപോളജി ഇൻ പ്രാക്ടീസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് അവർ ആന്ത്രോപോളജിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആന്ത്രോപോളജിക്കൽ നോളേജ് ആ കുട്ടി അക്വയർ ചെയ്തിട്ട് അവർക്കൊരു വലിയ ശരിക്കും ഈ ഒരു സബ്ജക്റ്റിൽ ഒരു മാസ്റ്റർ ആവാനായിട്ട് അവർക്ക് പറ്റും. അത്തരത്തിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെ BA ലെവലിൽ ആന്ത്രോപോളജി ഒരു കോളേജിലും ഒരു സർവകലാശാലയിലും ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി തലത്തിൽ ആന്ത്രോപോളജി പഠിപ്പിക്കുന്നുണ്ട്. ആ ആന്ത്രോപോളജി കഴിഞ്ഞ 24 വർഷമായി ഹയർ സെക്കൻഡറി ലെവലിൽ ആന്ത്രോപോളജി കോഴ്സ് തുടങ്ങിയിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ 24 വർഷമായിട്ടും അവർക്കൊന്നും ഡിഗ്രിക്ക് ആന്ത്രോപോളജി പഠിക്കാനുള്ള ഒരു അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസരമാണ് ഇപ്പോൾ ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആരംഭിക്കുന്നതിലൂടെ ഇവിടെ ഈ കുട്ടികൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി ആന്ത്രോപോളജി കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, ഒരു 5% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഉപരിപഠനത്തിന് കണ്ണൂർ സർവകലാശാലയിൽ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് അവരുടെ 5 ഇയേഴ്സ് വരെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി അവർക്ക് വേണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സർവകലാശാലയിലേക്ക് വേണമെങ്കിൽ 4th ഇയറിലേക്കോ അല്ലെങ്കിൽ 5th ഇയറിലേക്കോ ഒക്കെ അവർക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഈ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ ഉള്ള അവർക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുന്ന ഒരു കോഴ്സാണ് നമ്മുടെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ആന്ത്രോപോളജിക്കൽ സയൻസസ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു കോഴ്സാണ്. ഇങ്ങനെ ഒരു കോഴ്സ് ഇന്ന് വരെ കേരളത്തിൽ ഒരിടത്തും ആരംഭിച്ചിട്ടില്ല. മറ്റ് സർവകലാശാലകളിലൊന്നും ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആന്ത്രോപോളജി കോഴ്സ് കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതയുണ്ട്, തൊഴിൽ സാധ്യത ഒരുപാടുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഇപ്പോൾ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഓൾ ഓവർ ഇന്ത്യ പല സർവകലാശാലകളിലും, ഇപ്പോൾ JNUവിലും, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പോലും അധ്യാപകരാണ് നമ്മുടെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ജോയിൻറ്റ് ഡയറക്ടർ, അതുപോലെ റിസർച്ച് അസോസിയേറ്റ്സ്, അങ്ങനെ ഒരുപാട് കോഴിക്കോടുള്ള ക്രിറ്റാഡ്സ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്, അതിലൊക്കെ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും അതിൽ റിസർച്ച് ഓഫീസ്, അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതകൾ കൂടിയുള്ള, എന്നാൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് അത്ര വലിയൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ആന്ത്രോപോളജി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ഒരു വലിയ അവസരമാണ് കണ്ണൂർ സർവകലാശാല നൽകുന്നത്. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പഠന വകുപ്പുകൾ സംയുക്തമായി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടേഷണൽ സയൻസ് 2024-25 അക്കാദമിക വർഷത്തിൽ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് 3, 4, 5 വർഷങ്ങളിൽ വൈവിധ്യമാർന്ന ബിരുദാനന്തര ബിരുദങ്ങൾ നേടി മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തും വിധമാണ് പ്രസ്തുത പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്കിൽ പ്രതിപാദിച്ച പോലെ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താൻ ഉതകും വിധമാണ് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടേഷണൽ സയൻസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് 3, 4, 5 വർഷങ്ങളിൽ വൈവിധ്യമാർന്ന ബിരുദാനന്തര ബിരുദങ്ങൾ നേടും വിധമാണ് പ്രസ്തുത പ്രോഗ്രാമിൻ്റെ ഡിസൈൻ. 3-ാം വർഷം കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്,
അല്ലെങ്കിൽ സ്റ്റാറ്റിറ്റിക്സ് ഏതെങ്കിലും ഒന്നിൽ മേജർ ബിരുദം നേടി മറ്റു സബ്ജക്റ്റുകളിൽ മൈനർ ബിരുദം കരസ്ഥമാക്കാവുന്നതാണ്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും 2 സബ്ജക്റ്റുകളിൽ മേജർ ബിരുദമോ അതുപോലെ മറ്റു ഡിസിപ്ലിൻ കോഴ്സുകളിൽ നിന്ന് ക്രെഡിറ്റുകൾ നേടി മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ബിരുദങ്ങളും നേടാൻ ഉതകും വിധമാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. 4th ഇയർ എക്സിറ്റ് ഓപ്ഷൻ എടുക്കുന്നവർക്ക് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ BSc ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദങ്ങളും നേടാവുന്നതാണ്. ഇതുകൂടാതെ യൂറോപ്പ്, US എന്നീ രാജ്യങ്ങളിലെ മികച്ച സർവകലാശാലകളിൽ നിലവിലുള്ള മാതൃകയിൽ BSc ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ ബയോസ്റ്റാറ്റിറ്റിക്സ് എന്നീ ഡിഗ്രികൾ നേടാനുള്ള അവസരവും ഈ പ്രോഗ്രാമിലൂടെ സാധ്യമാണ്. എഞ്ചിനീയറിംഗ് ഡിസൈൻ ആൻഡ് പ്രോട്ടോടൈപ്പിംഗ്, എഞ്ചിനീയറിംഗ് സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിൽ ക്രെഡിറ്റ് നേടി ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള സ്ഥാപനങ്ങൾ നൽകി വരുന്ന MOOC കോഴ്സിലെ ക്രെഡിറ്റ് സ്വായത്തമാക്കുന്നതിലൂടെ മികച്ച വിദ്യാർത്ഥികൾക്ക് BSc ഓണേഴ്സ് അല്ലെങ്കിൽ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി നേടാവുന്നതാണ്. അതുപോലെ 5ാം വർഷം എക്സിറ്റ് ഓപ്ഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബയോസ്റ്റാറ്റിറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കാനുള്ള അവസരവും ഈ പ്രോഗ്രാമിലൂടെ ഉറപ്പുവരുത്തുന്നു. വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ് AI, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, സൈബർ ഫിസിക്കൽ സിസ്റ്റം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ അതിനൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കോഴ്സുകളിൽ പ്രാവീണ്യം നേടാനുള്ള അവസരം ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ്. ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം കൂടാതെ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളും സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി നൽകി വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം കൂടാതെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന PG ഡിപ്ലോമ പ്രോഗ്രാം ഇൻ സൈബർ സെക്യൂരിറ്റി, PG ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ഡാറ്റ അനലിറ്റിക്സ് എന്നീ കോഴ്സുകളും സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജി നൽകി വരുന്നുണ്ട്. സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേശീയ അന്തർദേശീയ നിലവാരമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നോക്കി വരുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വരും വർഷം ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്ന വിധം പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമുകളും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലൂടെ വിഭാവനം ചെയ്യുന്നു. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്, കേരള സർക്കാർ സ്ഥാപനമായ SCRT, കേരള പോലീസ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തുടങ്ങിയ ഒട്ടനവധി സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒട്ടനവധി പ്രോജക്റ്റ് കൺസൾട്ടൻസി പ്രോഗ്രാമുകളും ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് കൺസൾട്ടൻസി പ്രോഗ്രാമുകളിൽ ഞങ്ങളുടെ തന്നെ വിദ്യാർത്ഥികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏൺ വൈൽ യു ലേൺ, പഠിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ധനസമാഹരണത്തിനുള്ള അവസരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വർക്ക് ചെയ്തു വരുന്നുണ്ട്. 2023-24 അക്കാദമിക വർഷത്തിൽ ഏകദേശം 1.5 ലക്ഷം രൂപ 10ഓളം മികച്ച വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വർക്ക് ചെയ്ത സ്കീമിലൂടെ അവർക്ക് വിതരണം ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് അൾട്ടസ് AI എന്ന ഒരു സ്റ്റാർട്ടപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്റ്റാർട്ടപ്പുമായി സഹകരിച്ച് പഠിക്കുമ്പോൾ തന്നെ വ്യാവസായിക നിലവാരത്തിലുള്ള സ്കിൽ അക്വയർ ചെയ്യാൻ സഹായിക്കുന്ന വിധമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മുൻതൂക്കം കൊടുക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിങ്ങുമായി സഹകരിച്ചുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെൻറ്റർ കണ്ണൂർ സർവകലാശാലയിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. 2023 കേരള ബജറ്റിൽ കേരള സർക്കാർ പ്രഖ്യാപനത്തിലൂടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ
തുടക്കം കുറിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഏരിയയിൽ മികച്ച ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരവും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു. 2025-26 അധ്യയന വർഷത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് സൈക്കോളജി പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എന്ന സ്പെഷ്യലൈസേഷനിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ കോഴ്സ് 5 വർഷമായിട്ടാണ് ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏറ്റവും അപ്ഡേറ്റഡ് ആയ സൈക്കോളജി കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി സൈക്കോളജിയിൽ പഠിക്കുന്ന കോഴ്സുകളെല്ലാം ഇതിൻ്റെ ഫൗണ്ടേഷണൽ കോഴ്സുകളിലും തുടർന്ന് വരുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഓർഗനൈസേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, സൈക്കോതെറാപ്പി, ഡെവലപ്മെൻ്റൽ സൈക്കോളജി എന്നീ കോഴ്സുകളെല്ലാം ആദ്യത്തെ വർഷങ്ങളിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് പോകുമ്പോൾ 4-5 വർഷങ്ങളിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ ക്ലിനിക്കൽ സൈക്കോളജി ഓറിയൻറ്റഡ് സൈക്കോതെറാപ്പി, ന്യൂറോ സൈക്കോളജി എന്നീ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ചിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ വർഷം ഞങ്ങൾ കൂടുതലായിട്ട് റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പിനുള്ള അവസരങ്ങളും ഇവിടെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് ഞങ്ങളുടെ ലാബുകളിൽ സൈക്കോളജി ലാബ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസിലെ സൈക്കോളജി ലാബ് എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലാബാണ്. അപ്പോൾ ഇവിടെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പോഷർ പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ഓരോ സബ്ജക്റ്റിലും ഓരോ കോഴ്സിൻ്റെ കൂടെയും ഒരു മൊഡ്യൂൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് മൊഡ്യൂളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവേ കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷറിന് കൂടെ തന്നെ ഓരോ കോഴ്സിന് കൂടെയും പ്രാക്ടിക്കൽ എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടുന്നതാണ്. ഇതിൻ്റെ പെഡഗോജി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറേ കൂടെ വൈവിധ്യമാർന്നതും അതുപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉൾച്ചേർത്തുകൊണ്ടാണ്. ഉദാഹരണത്തിന് മൂവി സ്ക്രീനിങ്, ഡോക്യുമെൻ്ററി സ്ക്രീനിങ്, ക്ലാസ് റൂം ഡിബേറ്റ്സ്, ഡിസ്കഷൻസ്, ക്വിസ് പ്രോഗ്രാംസ് ഇങ്ങനെയെല്ലാമാണ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ നടക്കുന്നത്, പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ നടക്കുന്നത്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വെറും ലെക്ചർ മോഡ്, ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടി അതുപോലെ തന്നെ അത് പഠിക്കുന്നു, ആ രീതിയിലല്ല കുറേ കൂടെ ആക്റ്റീവ് ലേണിങ്ങിൻ്റെയും പ്രോഗ്രസീവ് ലേണിങ്ങിൻ്റെയും സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് മെത്തേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഈ 5 ഇയർ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് സൈക്കോളജിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതുകൂടെ ഞങ്ങൾ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില കോഴ്സുകൾ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഉദാഹരണത്തിന് സൈക്കോളജി ഓഫ് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി, ഫോറൻസിക് സൈക്കോളജി, സൈക്കോളജി ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, സൈക്കോളജി ഓഫ് ബിലോങ്ങിങ്നെസ്. ഇത്തരം കോഴ്സുകളിലെല്ലാം കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും ജെൻഡർ സ്റ്റഡീസിൻ്റെയും സോഷ്യൽ സയൻസസിലെ മറ്റ് വിഭാഗങ്ങളിൽ വരുന്ന നോളജ് സിസ്റ്റം എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഞങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോഴ്സിലൂടെ കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി, നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ. നമ്മുടെ ഒരു ബിരുദാനന്തര കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടി എങ്ങനെയാണ് നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു കൺസേൺ ആണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ അവരെ തൊഴിലിലേക്ക് പ്രാപ്തരാക്കാം എന്നതിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം, ഇത് പഠിച്ച് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ നേടിയെടുക്കാം എന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MSc ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി ആയിരിക്കും ഇതിന് ശേഷം കിട്ടുന്ന. ആ ക്ലിനിക്കൽ സൈക്കോളജി ഡിഗ്രി വെച്ച് ഇവിടെ ക്ലിനിക്കൽ സൈക്കോളജി ഫീൽഡിൽ വിദ്യാർത്ഥികൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സൈക്കോതെറാപ്പിസ്റ്റായിട്ട്, കൗൺസിലറായിട്ട്, സ്കൂൾ സൈക്കോളജിസ്റ്റായിട്ട്, ഓർഗനൈസേഷണൽ സെറ്റിങ്ങിൽ HR മേഖലകളിൽ എല്ലാം വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾ ഒരുപാടാണ് ഉള്ളത്.
അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണ് സൈക്കോളജി ഇൻ ജനറൽ. അപ്പോൾ ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഞങ്ങൾ അത് ഒന്നുകൂടെ അതിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2025-26 അക്കാഡമിക് ഇയറിൽ ഞങ്ങൾ അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ഹയർ സെക്കൻഡറി ഏത് വിഭാഗത്തിൽ പഠിച്ച കുട്ടികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ക്ലിനിക്കൽ സൈക്കോളജി പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൊമേഴ്സ് വിഭാഗം, സയൻസ് വിഭാഗം, ഹ്യൂമാനിറ്റീസ് വിഭാഗം, ഇനി സൈക്കോളജി സ്പെഷ്യലൈസ് ചെയ്ത് ഹയർ സെക്കൻഡറിയിൽ പഠിച്ച സ്റ്റുഡൻസിനും ഞങ്ങളുടെ പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്. ഇതിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഞങ്ങളുടെ എൻട്രൻസ് എക്സാമിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ലാംഗ്വേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ലാംഗ്വേജ് എബിലിറ്റി കണക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ റീസണിങ് സ്കിൽസ് മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് എൻട്രൻസ് പരീക്ഷ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്.